Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. 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 Good evening, miss. ഈ prayer ആണ്. Good evening. Good evening all. Prayer ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. ആരുമില്ലേ? ആരുമില്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രേയർ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പാർട്ട് 3 ആണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ, മോഡ്യൂൾ 1-ലെ പാർട്ട് 3. ഒരു പാർട്ടും കൂടി ഉണ്ട്, പാർട്ട് 4. പാർട്ട് 3-ലെ 6th ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തത്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറഞ്ഞത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനും സൊസൈറ്റി ഓഫ് റെഗുലേഷനും ആയിരുന്നു കഴിഞ്ഞത്. ഇനി അതിലെ 6th ആയിരുന്നു ലാസ്റ്റ് എടുത്ത. 8th യൂണിറ്റ് ആണ് എടുക്കുന്നത്, മൂവ്മെന്റ്. 7th നിങ്ങൾക്ക് ശരണി ടീച്ചർ ആയിരിക്കും. 8th-ഉം 9th-ഉം ഞാൻ എടുക്കും, 7th ടീച്ചർ എടുക്കും. 7th-ഉം 10th-ഉം അതോടുകൂടി ആ പാട്ട് തീരും. ടീച്ചറുടെ പെൻഡിങ് ക്ലാസ്സസ് ഒക്കെ കഴിയുമ്പോൾ അത് തീരും. അപ്പൊ നമുക്ക് മൂവ്മെന്റ് എന്നുള്ള ആ ഒരു സെഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതില് മൂവ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും മോണ്ടിസോറി ക്ലാസ്സും മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസും ഓൾമോസ്റ്റ് മനസ്സിലായി. ഇന്ന് സ്കൂൾസ് എല്ലാം ഓപ്പൺ ചെയ്തു. സ്കൂളിൽ പോകുന്നവർ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലാക്കുന്നവരെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലായി എങ്ങനെയായിരിക്കണം ചെറിയ കുട്ടികളുടെ ക്ലാസ് റൂംസ് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കുട്ടികളുടെ ഡീവിയേഷൻസ്, അത് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ നോർമലൈസ്ഡ് ആക്കേണ്ടത് ആവശ്യം, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ നമ്മളെ നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് അല്ല ശരിക്കും മോണ്ടിസോറി മെത്തേഡിലെ നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായിരുന്നു. കറക്റ്റ് ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് പോകുന്നതാണ് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ആ ഡെവലപ്മെന്റ് സ്റ്റേജ് കറക്റ്റ് അല്ലാത്ത രീതിയിൽ കുട്ടി മാറുമ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ നല്ലൊരു സൊസൈറ്റി, നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നു. കുട്ടികൾ പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ് എല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം പെട്ടെന്നുള്ളത് ഈ മോണ്ടിസോറി മെത്തേഡ്സ് മനസ്സിൽ വരുന്നത് എന്താണ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്? മൂവ്മെന്റ് നമ്മള് മോണ്ടിസോറി മെത്തേഡിലേക്ക് കയറി എന്തൊക്കെയായിരിക്കണം മോണ്ടിസോറി രീതികൾ എന്നൊക്കെ പറയുമ്പോൾ മൂവ്മെന്റ് എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എനി ഗസ്? Motor ability. യെസ്, മോട്ടോർ എബിലിറ്റി വരും. Physical development. യെസ്, കറക്റ്റ്. ഓക്കെ,
ജ്യോതി പറഞ്ഞു മോട്ടോർ എബിലിറ്റി ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെ. സാധാരണ ഒരു ക്ലാസ് റൂം ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ സാധാരണ നിങ്ങൾ ഇങ്ങനെ കാണുവാണെന്ന് വിചാരിച്ചു, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. നമ്മളിങ്ങനെ നിൽക്കുന്നു, നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ട്രഡീഷണൽ രീതിയിൽ നടക്കുന്ന ഒരു ക്ലാസ് റൂം, ലെഫ്റ്റ് സൈഡിൽ മോണ്ടിസോറി രീതിയിലുള്ള ക്ലാസ് റൂം. രണ്ട് ക്ലാസ്സിലും കുട്ടികളുണ്ട്. ഈ സാധാരണ ട്രഡീഷണൽ രീതിയിലുള്ള ക്ലാസ് റൂമിലെ കുട്ടികൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? അവര് കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ പ്ലേസിലായിരിക്കും ഇരിക്കുന്നത്. കറക്റ്റ്, ശരിയാണ്. കറക്റ്റ് സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത് അല്ലെ. അവിടെ നിന്ന് സ്ഥലം മാറിയാലോ അപ്പൊ ടീച്ചർ എന്ത് പറയും? അവർ ക്ലാസ്സിൽ ഇപ്പൊ ഓടി നടക്കുവാണ്, അവർ ഇരുന്ന പ്ലേസിൽ ഇരിക്കുന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഡിസ്പ്ലേസ്ഡ് ആവുക, അവർ മാറുവാണ്. അപ്പൊ ടീച്ചർ വഴക്ക് പറഞ്ഞ് അവിടെ തന്നെ ഇരുത്തും. അവിടെ നിന്ന് അനങ്ങരുത് എന്ന് പറഞ്ഞ, ക്ലാസ് കഴിയുന്നവരെ അവിടെ നിന്ന് അനങ്ങരുത്, ആ ഒരു രീതിയിൽ പറയും അല്ലെ. അതേസമയം മോണ്ടിസോറി ക്ലാസ് റൂമിലോ ഫ്രീഡം ഉണ്ടാവും. ഫ്രീഡം ഉണ്ടാവും. അവർക്കൊരു പർട്ടിക്കുലർ സ്പേസ് ഇല്ല, പ്ലേസ് ഇല്ല, അവിടെ തന്നെ അവർ ഇരിക്കില്ല. അവരിങ്ങനെ ക്ലാസ് റൂമിൽ നടക്കും, അവർക്കൊരു ഫ്രീഡം ഉണ്ട്, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്. അത് നമുക്കറിയാം, ഫ്രീഡം ഉണ്ടാവും, അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനി മോണ്ടിസോറി ക്ലാസ് റൂമിലെ ടീച്ചർ എങ്ങനെയായിരിക്കും? മോണ്ടിസോറി അല്ല, നമ്മുടെ ട്രഡീഷണൽ, നമ്മുടെ റൈറ്റ് സൈഡ് അതാണ്. ട്രഡീഷണൽ ക്ലാസ് റൂമിലെ ടീച്ചർ എങ്ങനെയായിരിക്കും? സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ്. പിന്നെ കൂടുതലും സംസാരിക്കുന്നത് ടീച്ചറായിരിക്കും അല്ലെ. പക്ഷെ മോണ്ടിസോറി മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞു ഡയറക്ടർസ് കുറെ നേരം ഇല്ലെങ്കിൽ പോലും കുട്ടികൾ അത് അറിയുന്നേ ഉണ്ടാവില്ല. അവരുടെ രീതി അല്ല. ഡയറക്ടർസ് ഇല്ലെങ്കിൽ പോലും കുട്ടികൾ അത് അറിയാതെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൂവ്മെന്റ് കുട്ടികളുടെ ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആണ്. കുട്ടികളുടെ ഈ മൂവ്മെന്റിലൂടെയാണ് അവരെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അറിയാം, മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് മൂവ്മെന്റ് വേണം, എന്നാലാണ് അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുള്ളൂ, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാമാണ്, എല്ലാ ഡെവലപ്മെന്റും ഈ മൂവ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷെ ഇന്റലിജൻസ് ആയിട്ട് മാത്രമല്ല മൂവ്മെന്റ് റിലേറ്റഡ്. ആ കുട്ടിയുടെ എല്ലാ ക്യാരക്ടറും, കുട്ടി കാണിക്കുന്ന സ്വഭാവം മുഴുവനും അതിന്റെ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്യാരക്ടറുമായിട്ട് മാത്രം ഫോം ചെയ്യുന്നതല്ല, ക്യാരക്ടറിലൂടെ ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്യാരക്ടർ ലാംഗ്വേജിൽ നിന്ന് ഫോം ചെയ്യുന്നതോ ഒന്നുമല്ല. ശരിക്കും മൂവ്മെന്റ് ആണ് എല്ലാത്തിന്റെയും ബേസ് എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇന്റലിജൻസ് ആണെങ്കിലും, ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണെങ്കിലും, ബ്രെയിൻ ഡെവലപ്മെന്റ് ആണെങ്കിലും, ക്യാരക്ടർ ആണെങ്കിലും, ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം പഠിക്കുന്നത് ത്രൂ മൂവ്മെന്റ്സിലൂടെ ആണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി പറഞ്ഞ കുട്ടികളെ അങ്ങനെ അടക്കിയിരുത്തരുത്, അവരുടെ ഫ്രീ ആയിട്ട് അവര് നടന്ന് വേണം. ഇത് കൂടാതെ ഒരു കാര്യം കൂടി അറിയാം, മോണ്ടിസോറി ആഡ് ചെയ്തിട്ടുണ്ട്. അവർ എപ്പോഴും വിത്ത് മെറ്റീരിയൽസ് ആയിരിക്കണം അവരുടെ കയ്യിൽ. ഓരോന്ന് പഠിക്കാനുള്ള മെറ്റീരിയൽസ് വേണം, ടൂൾസ് വേണം, മെറ്റീരിയൽസ് വേണം. അതിപ്പോ മാത്സിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിക്കാനാണെങ്കിലും, അല്ലാതെ ലെറ്റേഴ്സ് പഠിക്കാനാണെങ്കിലും, ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും കുട്ടികൾക്ക് എല്ലാത്തിനും മെറ്റീരിയൽസ് ആണ് ആവശ്യം. വിത്തൗട്ട് മെറ്റീരിയൽസ് അവരെ ഒന്നിനും ലേണിംഗ് പ്രോസസ് നടത്തരുതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഞാനൊരു ഇൻട്രോ തന്നതാണ്. അപ്പൊ മൂവ്മെന്റിനെ പറ്റി എല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞു. മൂവ്മെന്റ് എന്തെല്ലാം രീതിയിൽ ചെയ്യണം, ട്രഡീഷണൽ ക്ലാസ് റൂമിലെ കുട്ടികളുടെ മൂവ്മെന്റും മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളുടെ മൂവ്മെന്റും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി മൂവ്മെന്റ് ഇപ്പൊ നമ്മളിപ്പം സർക്കിളിൽ ഇരിക്കുക, നമ്മളൊരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ സർക്കിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാരെയും ഫേസ് ടു ഫേസ് നമുക്ക് കാണാനായിട്ട് പറ്റും, എല്ലാരെയും കാണാനായിട്ട് പറ്റും. ഒരാളൊന്ന് ജസ്റ്റ് അനങ്ങിയാൽ അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രസ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അത് കാണും, നമ്മൾ അതിനെ ഇടപെടും, അത് ശരിയാക്കും. എന്നിട്ടാണ് നമ്മൾ ക്ലാസ്സിന്റെ സെഷനിലേക്ക് പോകും. അപ്പൊ ജസ്റ്റ് ഇമാജിൻ നമ്മൾ അങ്ങനെ സർക്കിളായിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു. നമ്മൾ ഒരാളിരുന്നു, അതിന്റെ ബാക്കിൽ അടുത്ത ആളായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. അയാളൊന്ന് കാണണമെങ്കിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണം. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, എന്നാലും നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മുടെ ക്ലാസ് എല്ലാം സർക്കിളായിട്ട് നമ്മൾ ഇരുന്നിട്ടുള്ള ക്ലാസ് ആണ്. പിന്നെ ഈ പറയുന്ന ഫെസിലിറ്റേറ്റർ ആരാണോ, മോണ്ടിസോറി പഠിക്കുന്നവരാരാന്ന് മനസ്സിലാവേയില്ല. എല്ലാരും ഒരേപോലെ എന്നുള്ള രീതിയിൽ എല്ലാരും ഫെസിലിറ്റേഴ്സ് ആണ്. അതിനകത്ത് ലീഡർ എന്നൊരു ഇതില്ല, എല്ലാരും ലീഡേഴ്സ് തന്നെയാണ്. അങ്ങനെ കേട്ടിട്ടില്ലേ?
ജാക്സൺ മക്വെല്ലോ അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ലേ, ലീഡർ ഷോസ് ദ വേ, ഗോസ് ദ വേ, ലീഡ് ദ വേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലീഡർ മനസ്സിലാകില്ല, ലീഡർ വഴി കാണിക്കല്ലാണ്ട് ലീഡർ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യുന്നതല്ല. ആള് ഷോസ് ദ വേ ആൻഡ് ഗോസ് ദ വേ, ഇവരുടെ കൂടെ എല്ലാ അനുയായികളുടെ കൂടെ ഒരുമിച്ച് തന്നെ പോകും. ആൻഡ് ലീഡ്സ് ദ വേ എന്നുള്ള രീതിയിലാണ് ലീഡർ. ആ ഒരു ഗ്രൂപ്പിൽ 10 പേരുടെ ഗ്രൂപ്പ് ആണെങ്കിൽ മനസ്സിലാകില്ല ആരാണ് ലീഡർ. ആ ഒരു രീതിയിലായിരിക്കണം മോണ്ടിസോറി ക്ലാസ് റൂമും മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആകാൻ പോകുന്നവരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ നിങ്ങൾ 28 ടോട്ടൽ 29 ഞാനിത് ഷെയർ ചെയ്യാം. ഓരോ പാരഗ്രാഫായിട്ട് ഓരോരുത്തരെ വായിക്കാം. വലിയ പാരഗ്രാഫിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പകുതിയാക്കി ഓരോരുത്തർ ആയിട്ട് വായിച്ച് അങ്ങനെ പോകാം. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, കാണാമല്ലോ സ്ക്രീൻ വീഡിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് മൂവ്മെന്റിനെ കുറിച്ച്. അതാരാന്ന് വെച്ചാ വായിച്ചു. എനിവൺ പ്ലീസ്. ഞാൻ വായിക്കാം. Montessori described that movement is a very important factor in a child's development. Montessori wrote that many schools tend to give preference to lessons which involve using your acumen, and movement is normally placed under exercise, physical education, or games. If that is done, the close connection that movement and the developing mind or intellect has will be neglected. മോണ്ടിസോറി പറയുന്ന കാര്യങ്ങളാണല്ലോ. മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് മോണ്ടിസോറി പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ കേസ്. നമ്മൾ അതിനെ പിടിച്ചു വെച്ചിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വീടിനടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ടീനേജ് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ആ ഒരു ലെവലിലേക്കൊക്കെ ആയിട്ടോ, മീൻസ് ഒരു മാരേജ് ആ ഒരു ഏജിലേക്ക് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ഈ കുട്ടി വീട്ടിനകത്ത് തന്നെ അതിന്റെ അമ്മേനെ ചുറ്റിപ്പറ്റി അമ്മ എവിടെ നിൽക്കണോ അവിടെ പോയി ഇരിക്കും. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കളിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൊച്ചിന്റെ കാലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ അലർജി പോലെ വന്നു. അതിന് പുറത്തിറങ്ങി മണ്ണില് കാല് ചവിട്ടാൻ പറ്റുന്നില്ല. കാലിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങള്, ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഒക്കെ കുട്ടിക്ക് തുടങ്ങി. അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് മെഡിസിൻസ് ഒന്നുമല്ല, കുട്ടിയെ കളിക്കാൻ വിടും. കാലിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര വീക്കായിരുന്നു. കളിക്കാനായിട്ട് വിടാം. ചെരുപ്പൂരി നമ്മളുടെ വീട്ടിലെ തന്നെ മിറ്റൊക്കെ ആകുമ്പോൾ നല്ല ക്ലീൻ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മണ്ണിൽ കുറച്ചു നേരം കളിക്കട്ടെ എന്ന് കുട്ടിയെ വിട്ടു. അങ്ങനെ അതങ്ങനെ ചെയ്ത് ആ കുട്ടി അതങ്ങനെ ശരിയാവുക ചെയ്തത്. അതുപോലെ തന്നെ ചൈൽഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ മൂവ്മെന്റ് ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി ആദ്യം തന്നെ മനസ്സിലാക്കി. മോണ്ടിസോറി പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്, മെഡിസിൻ ഫീൽഡ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങളിലായിരുന്നു പ്രാക്ടീസ്. കുട്ടികളുടെ സൈക്കോളജി, അവരുടെ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മോണ്ടിസോറി റിസർച്ച് ചെയ്തത്. മോണ്ടിസോറിക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ മനസ്സിലായി. ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. പല കുട്ടികളുടെ പല ഏജിലെ ഡെവലപ്മെന്റ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായി എന്തെല്ലാമാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കുട്ടിയുടെ മൂവ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന്. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്ക സ്കൂളുകളും കുട്ടിയെ പഠിപ്പിക്കുന്ന ലെസൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. സബ്ജക്ട് സ്റ്റഡിങ് ഒരു കാര്യം, പക്ഷെ അതിൽ നിന്നെല്ലാം വേറിട്ട് ചിന്തിക്കുന്ന ടീച്ചർമാരെ നമുക്ക് ട്രഡീഷണൽ സ്കൂൾസിൽ കാണാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും എന്താ അക്കാദമിക് ഇയറിന്റെ പലപ്പോഴും കരിക്കുലത്തിന്റെ വർക്കിംഗ് ഡേ പലപ്പോഴും കുറഞ്ഞു പോകും. ഇപ്പൊ മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സമരം, ബസ്സില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു അക്കാദമിക് ഇയറിലെ ഡേയ്സ് അങ്ങ് താഴേക്ക് പോകും. അങ്ങനെ വരുമ്പോഴേക്കും ടീച്ചർമാരൊരു ഓട്ടപ്പാച്ചിലായിരിക്കും എങ്ങനെയെങ്കിലും സിലബസ് തീർക്കാറുള്ളത്.
അപ്പൊ അങ്ങനെ ലെസൺസ് തീർക്കുക എന്നുള്ളതാണ് മിക്ക സ്കൂളുകളിലും കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്നാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി ഏതായാലും 19ാം നൂറ്റാണ്ടിലുള്ള ആ സമയത്താണ് പറയുന്നത്. ഇപ്പോഴും ആ രീതികളുണ്ട്. പക്ഷെ നമുക്കറിയാം ചില ടീച്ചർമാരെ ട്രഡീഷണൽ വേയിൽ ചിന്തിക്കാതെ പലപ്പോഴും അവർ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അവരെപ്പോഴും അത് ലേണിംഗ് ഉള്ള ഒരു പ്രോസസ് ചെയ്യാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. സബ്ജക്ട് സ്റ്റഡിങ്ങിനേക്കാളും ലേണിംഗ് എന്നുള്ള രീതിയിൽ പ്രോസസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളെ എപ്പോഴും ക്ലാസ് റൂമിൽ നിന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് കൊണ്ടുപോകാനോ അവർക്ക് പുറത്തു കൊണ്ടുപോയി അവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ടീച്ചേഴ്സ് അങ്ങനെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ മൂവ്മെന്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ മെത്തേഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാർട്ട് തന്നെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവർ ആ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കൂടി നല്ല പോലെ ഫ്രീ ആയിട്ട് കുട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ ചിലപ്പോൾ ഷെൽഫൊക്കെ ഉണ്ടാവും, ഷെൽഫിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് അതുമായിട്ട് ആക്ടിവിറ്റി ചെയ്യുക, വർക്ക് ചെയ്യുക, അതാണ് അവർ കൂടുതലും ചെയ്യുന്നത്. അവർ എപ്പോഴും അപ്പോൾ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ ഇവരുടെ ബോഡി മൂവ്മെന്റ്സും ഉണ്ട്. അതുപോലെ അപ്പൊ ബോഡി മൂവ് ചെയ്യുമ്പോൾ അവരുടെ മസിൽസ് എല്ലാം വർക്ക് ചെയ്യുന്നു. അതേപോലെ ഷെൽഫിലിരിക്കുന്ന മെറ്റീരിയൽസ് വിത്ത് മെറ്റീരിയൽസ് ആയിരിക്കണം ഇവരുടെ ആക്ടിവിറ്റി എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഈ ബോഡിയുടെ മൂവ്മെന്റ് നടക്കും, മെറ്റീരിയൽസ് എടുക്കുമ്പോഴും ഇവരുടെ കൈയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമല്ലേ, കൈ മൂവ് ചെയ്യുന്നു, അതിനനുസരിച്ച് അത് ബ്രെയിനിലേക്ക് പൾസസ് പോവുകയാണ്. അവർ പഡീഷൻ പഠിക്കുക എന്ന് വിചാരിച്ചു മെറ്റീരിയൽസ് വെച്ചിട്ട്. അപ്പൊ അവരുടെ ബ്രെയിനിലേക്ക് പൾസസ് പോകും. അപ്പം അവരുടെ ഇന്റലക്ച്വൽ ലെവൽ മാറുന്നു. ഇതെല്ലാം ആ ഒരു എൻവയോൺമെന്റ്. ക്ലാസ് റൂമിലൂടെ അവര് അങ്ങനെ വാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഈ രീതിയിൽ അവരുടെ മസിൽസും ബ്രെയിനും നല്ല രീതിയിൽ ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങും. ഇനി അത് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ കാര്യം. ഇനി ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കുക. അവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പലപ്പോഴും നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരിങ്ങനെ സീറ്റിംഗ് അവർക്ക് പറഞ്ഞിട്ടുള്ള സീറ്റിൽ അവർ ഇരിക്കുന്നുണ്ടാവും. ഭയങ്കര നീറ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് അവിടെ ഇങ്ങനെ കറക്റ്റ് ഡെസ്കും ബെഞ്ചും ഒക്കെ ഓർഗനൈസ്ഡ് രീതിയിൽ റോ വൈസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. കുട്ടികൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കുറെ പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും. എത്ര പീരീഡ് ആയിരിക്കും മോഡേ ക്ലാസ് ടൈം, അപ്പൊ അതിങ്ങനെ ശ്രദ്ധിച്ച് അവിടെ എങ്ങനെ ഇരിക്കുന്നത്, പിന്നെ പറഞ്ഞ ടൈമിന് ബ്രേക്ക് ഉള്ള സമയത്താണ് പുറത്തു പോണതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. രാവിലെ കുറച്ച് ബ്രേക്ക് ഉണ്ടാവും, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക്, വൈകിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ ആ രീതിയിലായിരിക്കും അവരുടെ പോകുന്നത്. അപ്പൊ അവർക്ക് അവിടെ മൂവ്മെന്റ് കുറവാണ്. അപ്പൊ 40 മിനിറ്റ്സ് ഒരു പീരീഡ് ആണെങ്കിൽ ആ ഒരു സീറ്റിൽ അവർ ഇരിക്കുന്നു. ടീച്ചർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിലപ്പോൾ എണീറ്റ് ആൻസർ പറയുന്നു. അതൊക്കെ റയർ ആയിട്ട് വരുന്ന മൂവ്മെന്റ് ആണ്. അത് എല്ലാ കുട്ടികളിലേക്കും പലപ്പോഴും എത്താറില്ല. പക്ഷെ ചില ടീച്ചർമാര് ക്ലാസ്സിൽ വരുമ്പോൾ, പണ്ടത്തെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴാട്ടോ, ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യം നമ്മളെ കൊണ്ടൊരു വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യിക്കും, നമ്മുടെ ഉറക്കമൊക്കെ പോകാനായിട്ട്. അതൊക്കെ ആ മോണ്ടിസോറി മെത്തേഡിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് അവിടെ വരുന്നത്. ഫുള്ളി അങ്ങനെ ആയിട്ട് നമ്മുടെ രീതികൾ വന്നിട്ടില്ല ശരിക്കും. പിന്നെ അവിടെ ഇങ്ങനെ ഇന്ററാക്റ്റീവ് സെഷൻ അതൊക്കെ. പക്ഷെ ഇപ്പൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ക്ലാസ് റൂമിൽ ഇന്ററാക്റ്റീവ് സെഷൻസ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും മൂവ്മെന്റ് വളരെ കുറവാണ്. അപ്പൊ അത് പിന്നെ പറഞ്ഞ എക്സസൈസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓർ ഗെയിംസ് അങ്ങനെ. അക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കീൻ ഇൻസൈറ്റ് ആണ്, നമ്മുടെ ഉൾക്കാഴ്ച, വളരെ കീൻ ആയിട്ടുള്ള ഇൻസൈറ്റ്. പിന്നെ many schools tend to give preference to lessons which involve using your keen insight, and movement is normally placed under exercise, physical education or games. രണ്ട് സ്കൂളിന്റെ ഡിഫറൻസ് ആ പറയുന്നത്. ട്രഡീഷണൽ സ്കൂളുകളില് ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സസൈസും ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു ആഴ്ചയിൽ ഒരു പീരീഡോ അങ്ങനെയൊക്കെയല്ലേ വരാറ്. പിന്നെ അസംബ്ലി ഉള്ള ദിവസം ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് ഒരു വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും അത് വളരെ ലിമിറ്റഡ് ആണ് അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് മുഴുവൻ വായിക്കാൻ പറ്റുമെങ്കിൽ അതിന് വായിക്കും, അല്ലെങ്കിൽ പകുതി ആ ഒരു ഞാൻ പറയുന്നവരെ വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ആരെങ്കിലും ഒന്ന് വായിച്ചു. ഇങ്ങനെ വായിക്കാൻ പറ്റും. യെസ്.
Movement is said to help the development of the mind, the brain being the center of thought, and then movement carried out by signals which the brain sends. It is not just used to help us breathe and move, but also to develop if the action which occurs is connected with the mental activity going on. This is linked with us being able to move, enable us to analyze and learn about our surroundings, and also enable us to express our personality. As Montessori writes, the greatest of the philosophers must use speech or writing to convey his ideas, and this involves muscular movements. Our movements allow us to contact our outside world, bringing alive our creative thoughts and the crucial role it plays in creating relationships. He states that movement is therefore an essential part of life, and education cannot be seen as moderating or restrain it. ഡെവലപ്മെന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു, മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റലിജൻസ് മാത്രമല്ല ക്യാരക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. ലാംഗ്വേജ് ഈ ക്യാരക്ടറിലൂടെയല്ല ലാംഗ്വേജ് ശരിക്കും ഫോം ചെയ്യുന്നത്. ശരിക്കും എല്ലാത്തിന്റെയും ബേസ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് മൂവ്മെന്റ് തന്നെയാണെന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ കൈ ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ മുകളിലേക്ക് നല്ലപോലെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇതൊക്കെ നമ്മൾക്ക് ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ആണ്. അപ്പോൾ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് വരുവാണ് നമ്മുടെ മൂവ്മെന്റ്സ്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. കുട്ടി ജനിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ ഇംപെർഫെക്റ്റ്, ഡെവലപ്മെന്റ് സ്റ്റേജ് ഒന്നും ആവാത്തൊരാണ് ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞിൻ്റെത്. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ മൂവ്മെന്റ്സ് വേണം. അതായത് നമ്മളുടെ പ്രായമായവർ പറയുന്നത് കേൾക്കാറില്ലേ, കുറച്ചു നേരം അത് എണീറ്റിരിക്കാനോ നടത്താനോ ആവാത്ത ഒരു ഏജ് ഉണ്ടല്ലോ, അതിനേക്കാൾ ചെറിയ പ്രായം. ആ സമയത്ത് കൈയും കാലൊക്കെ അനക്കി കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനെ പതുക്കെ ഒന്ന് ടിക്കിൾ ചെയ്ത് കുട്ടി കൈയും കാലൊക്കെ എടുത്ത് അനക്കവും അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറയുമല്ലോ, വളരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്. അതെല്ലാം ഇത് തന്നെ. അപ്പൊ മൂവ്മെന്റ് ഡെവലപ്മെന്റ് ഓഫ് ദ മൈൻഡ് ആണ്, ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ആണ്, ക്യാരക്ടർ ഫോം ചെയ്യുന്നതും ത്രൂ മൂവ്മെന്റ് ആണ്. ബ്രീത്തിങ്, ഇത് നമ്മളുടെ ബ്രീത്തിങ് നടക്കാനോ മൂവ്മെന്റിന് വേണ്ടിയോ മാത്രമല്ല, നമ്മളുടെ ആക്ഷൻ നമ്മളുടെ മെന്റൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ഓൾറെഡി മെന്റൽ ഹെൽത്തും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ മെന്റൽ ആക്ടിവിറ്റിയുടെ റിഫ്ലക്ഷൻസ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ മെന്റൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ചെറിയ രീതിയിൽ ഓട്ടിസം ഒക്കെ ചെറുപ്രായത്തിലെ കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ചില തെറാപ്പികൾക്കൊക്കെ കൊണ്ടുപോകും. കുറെ അങ്ങ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഡോക്ടേഴ്സും അതിന്റെ തെറാപ്പിസ്റ്റുകളൊക്കെ പറയാറുണ്ടല്ലോ. ചെറിയ ഏജിലേ തന്നെ അത് കണ്ടെത്തി അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറുന്നു. നമ്മൾ കുറെ പേരുടെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അത് കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ മെന്റൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. മൂവ്മെന്റ് അപ്പൊ നമുക്ക് ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് വരുന്നു, മൂവ് ചെയ്യുന്നു, അപ്പൊ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റിയുമായിട്ടും കണക്റ്റഡ് ആണ്. പിന്നെ നമ്മൾക്കറിയാം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അവന്റെ രീതിയിൽ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ പറ്റും. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആ പേഴ്സണാലിറ്റി അത് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ മൂവ്മെന്റ് ശരിയായ രീതിയിൽ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ അത് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലും റിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും മോണ്ടിസോറി ഇങ്ങനെ പറഞ്ഞു ഈ മൂവ്മെന്റ് ഇങ്ങനെ പല രീതിയിൽ, അതായത് വലിയ ഫിലോസഫേഴ്സ് നിങ്ങൾക്ക് പ്രസംഗമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് സ്പീച്ചിലൂടെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുമ്പോൾ തന്നെ ഇപ്പൊ ഞാനിപ്പോ ക്ലാസ്സിലൊക്കെ പോയാണെങ്കിൽ എന്റെ കൈ മൂവ് ചെയ്യിക്കുന്നുണ്ട്, ഞാൻ എന്റെ കാലും ചിലപ്പോ ഒന്ന് ടാപ്പ് ചെയ്യാറുണ്ട് താഴെ. ആ രീതിയിൽ പലതും പല ആക്ഷൻസും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും. അതും ശരിക്കും നമ്മളുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു മൂവ്മെന്റ് തന്നെയാണ്. ഒരാളിങ്ങനെ അനങ്ങാതെ വടി പോലെ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് എത്ര നല്ലതാണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാനോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, വയർലെസ് ആയിട്ടുള്ള മൈക്ക് യൂസ് ചെയ്ത് ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സ്പീച്ച് അല്ലെങ്കിൽ ക്ലാസ് ഓരോ സെഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാര്.
കുറെ കൂടെ ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് തന്നെ നിന്നിങ്ങനെ സംസാരിക്കുന്നതിനോട് ആൾക്കാർക്ക് ഇഷ്ടമില്ല. മൂവ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് ചെയ്തും ഡെയിലി എക്സ്പീരിയൻസ് ചെയ്തും നമുക്ക് മനസ്സിലാകുന്നത്. ഈവൻ വീട്ടിൽ തന്നെ നമ്മൾ കാഷ്വലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നോർമൽ വേയില് നമ്മളുടെ ചില മാനറിസത്തിലൊക്കെ സംസാരിച്ച് കാണും. നമ്മളെ ഇഷ്ടപ്പെടുന്നവര്, നമ്മുടെ ലൗഡ് വൺസ്, അവർക്ക് കുറെ കൂടി ഇഷ്ടമാവും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ കൊണ്ടിട്ട് നമ്മൾക്ക് ആദ്യം നിന്നെല്ലാം മാറി നമ്മൾ വേറൊരു ടോണിൽ സംസാരിക്കുമ്പോഴേക്കും ചോദിക്കില്ലേ ഇന്ന് എന്ത് പറ്റി. നമ്മുടെ മെന്റൽ ആക്ടിവിറ്റിയുടെ ഈ മൂവ്മെന്റും മെന്റൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണെന്നുള്ളതിന് ഒരു വളരെ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും. അപ്പൊ കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റ് മൂവ്മെന്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളുടെ ഈ മൂവ്മെന്റ് തന്നെയാണ്. ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ സ്പീച്ച് പറയുന്ന ഒരാളുടെ കാര്യം അയാൾ ഇപ്പൊ ഇത് കേട്ടു, അപ്പൊ അതേപോലെ ഒരു സെഷൻ വേറൊരു സ്ഥലത്ത് നടത്തണം, അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നു അന്ന് അവിടെ സ്പീച്ച് നടത്തിയ ആളെ വിളിച്ചാൽ മതി. അയാളൊക്കെ കണക്റ്റഡ് ആവുക, കൂടുതൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണല്ലോ അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ വരുന്നത്. അപ്പൊ അതല്ല, അപ്പം അതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ മൂവ്മെന്റ്. ത്രൂ ഔട്ട് പേഴ്സണാലിറ്റി, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ക്യാരക്ടർ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഈ മൂവ്മെന്റ് തന്നെയാണ്. മൂവ്മെന്റ് അതാണ് മോണ്ടിസോറി വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നത്. ഇത് മൂവ്മെന്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലൈഫ് ആണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷനാണ്. അത് റെസ്ട്രിക്ട് ചെയ്യാതെ കുട്ടികൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉള്ളൊരു ടൂൾ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. എല്ലാത്തിന്റെയും ഒരു ബേസ്. സോറി, അതുകൊണ്ടാണ് മൂവ്മെന്റിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൂവ്മെന്റും നമ്മളുടെ ലൈഫുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്, കുട്ടികളുടെ ഡെവലപ്മെന്റുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്. ചില നഴ്സറി അല്ലെങ്കിൽ അംഗൻവാടികള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടീച്ചർ കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ നല്ലപോലെ കൈ കൊട്ടി അങ്ങനെ തലയൊക്കെ ഇട്ടാട്ടി അങ്ങനെ എണീറ്റ് നിന്ന് ഡാൻസ് സ്റ്റെപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അത് ശരിക്കും എന്താണ് മൂവ്മെന്റ്. അത് ആ മോണ്ടിസോറിയുടെ ആ മെത്തേഡ് ഓൾമോസ്റ്റ് മിക്കവരും അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അല്ലാണ്ട് കുട്ടിയെ ഒരു സ്ഥലത്ത് അടക്കി പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ ആക്ടിവിറ്റി കാണിച്ച് കുട്ടി ഒരിക്കലും അത് എൻജോയ് ചെയ്യില്ല. കുട്ടിയുടെ മനസ്സിലേക്ക് അത് ആഴത്തിൽ പതിക്കുകയില്ല. മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പാർട്ട് ഓഫ് ലൈഫാണ്, എഡ്യൂക്കേഷൻ എല്ലാമാണ്. ഈവൻ വലുതായി കഴിഞ്ഞാലുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു. ഒരു അവയർനെസ് ക്ലാസ് എടുക്കുന്ന ഒരാൾ ഒരു സൈഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഓഡിയൻസും ഫ്രണ്ടിലിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഒരു ബോറിംഗ് തോന്നും. പക്ഷെ അതേസമയം ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും വലിയൊരു ടോപ്പിക് ആണെങ്കിലും അത് ആളുകളിലേക്ക് ഇറങ്ങി നിന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തൊക്കെ പറയുമ്പോഴേക്കും അതൊരു രസമായിട്ടായിരിക്കും തോന്നുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാനായിരിക്കും റെഡി? മാം ഞാൻ വായിക്കാം. മാം സ്ക്രോൾ ചെയ്യാവോ? ഷുവർ. ഓക്കെ, കാണാലോ? കാണാം. The true purpose of movement is to give the end of existence, that is the development of the mind. Mental development must be connected with the movement. All movements have the most tricky and delicate machinery, but in man, none of it is settled at birth. It has to be performed perfectly by the child's activity in the world. The child has an internal power to bring about coordination. Movements and activities are natural function of childhood, and learning comes through them. Activity become more and more important to development. It is movement that starts the intellect working. The child coordinate his own movement and record the emotions he experienced in coming into contact with the external world. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രൂ പർപ്പസ് എന്ന് പറയുന്നത്. മൈൻഡിന്റെ ഡെവലപ്മെന്റ്, മൈൻഡിന്റെ ത്രൂ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്, ഈ മൂവ്മെന്റിലൂടെ ത്രൂ ദ മൂവ്മെന്റ് മൈൻഡ് ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞതും ഈ കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു.
ഇനി കുട്ടി മൂവ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യും, തോട്ട് പ്രോസസ്സും നടക്കുവാണ് അതിന്റെ കൂടെ. അപ്പൊ അതിനറിയാം ഏത് ഷെൽഫിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽസ് അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ആദ്യമായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റ് വന്നിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇത് ഷെൽഫൊക്കെ നോക്കും, അതിന് പെട്ടെന്ന് അട്രാക്റ്റീവ് ആകുന്ന മെറ്റീരിയൽ എന്താണോ അത് കയ്യിലെടുക്കും, ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് തിങ്കിങ് പ്രോസസ്, തോട്ട് പ്രോസസ്സും നല്ല രീതിയിൽ തോട്ട് പ്രോസസ്സും നടക്കാനായിട്ട് പറ്റും. ഈ നമ്മൾ ഒരിടത്ത് ഇരുന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആണെന്ന് വിചാരിച്ചു, ഇരുന്ന് ചിന്തിക്കുക. ആ ഒരു തോട്ട് പ്രോസസ്സ് വേറൊരു രീതിയിൽ നടക്കും. അതേസമയം ഈ മൂവ് ചെയ്ത് നമ്മളുടെ ബോഡി ഇങ്ങനെ എൻഗേജ് ആവുക, വളരെ ഫ്രീ ആയിട്ട്, നമ്മൾ ആരോ മോടിച്ചു വിടും തള്ളി വിടുവല്ല, ഫ്രീ ആയിട്ട് നമ്മളായിട്ട് തന്നെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്തെടുക്കണം. അവിടെയും അപ്പോൾ തോട്ട് പ്രോസസ് തന്നെയാണ് നടക്കുന്നത് അല്ലെ. നമുക്ക് ഇരുന്നൊരു കാര്യം ചിന്തിക്കാം, പക്ഷെ നമ്മുടെ ബോഡിയെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യിച്ച് എൻഗേജ് ചെയ്യിച്ച് നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സും അവിടെ നടക്കും. അതോടൊപ്പം നമ്മളാണ് നമ്മുടെ ഓണർ എന്നുള്ള രീതിയിൽ നമ്മളെ ലീഡ് ചെയ്യുന്നില്ല, ആരും നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നില്ല, നമ്മളെ ലീഡ് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ ഇങ്ങനെ നടക്കുന്നു. കുട്ടി തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ നടക്കുന്നു, അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്ന മെറ്റീരിയൽസ് അതിന് താല്പര്യമുള്ളതാണെങ്കിൽ അതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നു. അവിടെയും തോട്ട് പ്രോസസ് വളരെ ഫ്രീ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ നമുക്ക് മോണ്ടിസോറിയുടെ പല മെറ്റീരിയൽസും ഗൂഗിളിൽ കിട്ടുന്നതും മോണ്ടിസോറിയുടെ വാക്കുകളിലൂടെ ചില ഭാഗങ്ങൾ ഉണ്ടാവും, അവരുടെ സ്പീച്ചൊക്കെ. അവർ ഈ ജർമ്മൻകാരി ആയതുകൊണ്ട് അവർ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പ്യുവർ ഇംഗ്ലീഷ് അല്ല, പക്ഷെ ജർമ്മനിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുമായിരിക്കും. തോട്ട് പ്രോസസ് നടക്കുന്നു എന്നുള്ളതാണ് മോണ്ടിസോറി പറയുന്നത്. അവരെ ഒരു ബെഞ്ചില് ഒരു ഡെസ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരുത്തുന്നതിനേക്കാളും അവരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കുവാണെങ്കിൽ അവരുടെ മൂവ്മെന്റ് തോട്ടിലൂടെ തന്നെ നടക്കും. മൂവ്മെന്റ് ത്രൂ തോട്ട്, അതാണ് മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മൂവ്മെന്റ് ത്രൂ തോട്ട്സ്. മോണ്ടിസോറിയുടെ സ്പീച്ച് ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് അവർ പറഞ്ഞത് മൂവ്മെന്റ് ഈസ് കോറിലേറ്റഡ് വിത്ത് ക്യാരക്ടർ, നോട്ട് വിത്ത് ജസ്റ്റ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് മാത്രമായിട്ട് കണക്റ്റഡ് അല്ല മൂവ്മെന്റ്, ക്യാരക്ടറിലൂടെയും ഇത് കണക്റ്റഡ് ആണ്. ത്രൂ ക്യാരക്ടറാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം എന്തിന്റെയും ബേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അടുത്ത പാരഗ്രാഫ് വായിക്കാൻ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? The movements the child obtained are not chosen haphazardly but are fixed, in the sense that each proceeds out of a particular period of improvement. When the child begins to move, his mind, able to absorb, has already taken in his surroundings. He is directed by a cryptic power, great and wonderful, that he may manifested little by little. In this way he becomes a man. He does it with his hands, by experience, first in play, then through work. The hands are the instruments of man's intelligence. He made his mind step by step till it becomes enchanted of memory, the power to understand, and the capacity to think. ഈ മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമുക്കിപ്പോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ നമ്മുടെ ബോഡിയിൽ നടന്നു,
അപ്പൊ അതിന്റെ ഒരു പെയിൻ ഉണ്ടാവും നമുക്കല്ലേ. നമുക്ക് നമ്മളെ വേണമെങ്കിൽ ഒരു 24 hours നമ്മൾ ബെഡിൽ തന്നെയായിരിക്കും, ഡ്രിപ്പായിരിക്കും തന്നെ, ഭക്ഷണമൊന്നും കഴിക്കില്ല, ടോയ്ലറ്റിലേക്ക് പോകേണ്ടത് വിചാരിച്ച്, പിന്നെ യൂറിൻ ബാഗ് ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു ടൈം കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ നടത്തും. എവിടെ നോക്കിയാലും മൂവ്മെന്റ് ഇമ്പോർട്ടന്റ്. മോണ്ടിസോറി മെത്തേഡ്സ് തന്നെയല്ല ഏതൊരു കാര്യത്തിലും. ഒരു മുട്ടിന് എന്തെങ്കിലും സർജറി ചെയ്തു, കാലിൽ എന്തെങ്കിലും സർജറി ചെയ്തു, വേണ്ട സിംപ്ലി നമ്മുടെ ലേബർ സിസേറിയൻ ചെയ്തു, നമ്മൾ നടത്തും. അത് കഴിയും. പെയിൻ ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യണം എന്ന് പറയും. ബെഡിൽ തന്നെ കിടക്കുന്നത് അത് മാറില്ല. അങ്ങനെ ഒരു രീതിയിൽ ഇപ്പൊ പഴയ കാലം തുടങ്ങിയാണെങ്കിലും ഇപ്പോഴും അത് തന്നെ. എത്ര വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ പറയും നടക്കണം എന്ന് പറയും അല്ലെ. അതുകൊണ്ട് നടക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നടക്കണം. കുറച്ച് സമയം അവർ നടത്താനായിട്ട് അവരുടെ സ്റ്റാഫ് വരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് മൂവ്മെന്റ് എല്ലായിടത്തും വളരെ ഇമ്പോർട്ടന്റ്. നടക്കുമ്പോൾ നമ്മൾ മസിൽസ് ശരിയായ രീതിയിലാകും, പെയിൻ കുറച്ചൊന്ന് മാറാനും അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാനായിട്ടും പറ്റുന്നത്. അതുപോലെ തന്നെയാണ് മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എല്ലായിടത്തും. ഈ മൂവ്മെന്റ് ഹഫാസലി എന്ന് പറഞ്ഞാൽ റാൻഡംലി എന്നാണ് മീനിങ്. അപ്പോ ഈ മോണ്ടിസോറി പറയുന്നത് ഈ മൂവ്മെന്റ്സ് അത് ഒരു റാൻഡം ആയിട്ടല്ല, പക്ഷെ ഇവിടെ ഫിക്സഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് കുട്ടിയുടെ സെൻസ് ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുന്നു. ബ്രെയിനിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നതിനനുസരിച്ച് അത് ആ ഒരു ഫിക്സഡ് രീതിയിലായിരിക്കും അതിന്റെ മൂവ്മെന്റ്. അല്ലെങ്കിൽ അങ്ങോട്ട് ഓടുമ്പോൾ ഇങ്ങോട്ട് ഓടുമ്പോൾ എന്നല്ല, അതിന്റെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുമ്പോൾ അതിനറിയാം ഏത് ഷെപ്പിലേക്ക് ചെന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും, അത് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു കുട്ടി ചെയ്യുന്ന കാണുമ്പോൾ എന്താ ഞാനും അത് ചെയ്താലോ എന്നും കരുതി ആ മെറ്റീരിയൽസ് കിട്ടുന്ന ഭാഗത്തേക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒരെണ്ണേ ഉള്ളൂങ്കിൽ അതിന്റെ കൂടെ ഇരുന്ന് നമുക്ക് നമ്മൾ ഡീവിയേഷന്റെ നോർമലൈസേഷൻ ഡീവിയേഷനൊക്കെ പഠിച്ചു. അവർ തമ്മിൽ വഴക്കിടില്ല, ഷെയറിങ് വരും, പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് വരും, രണ്ടുപേരും കൂടി ചെയ്യും. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ കുട്ടി തിരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നാച്ചുറൽ ആയിട്ട് നടക്കും. കുട്ടി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും, അവരുടെ മൈൻഡും അതിനനുസരിച്ച് തോട്ട് പ്രോസസ് നടക്കുന്നു, കാര്യങ്ങളെല്ലാം അബ്സോർവ് ചെയ്യുന്നു, സറൗണ്ടിങ്സ് ശ്രദ്ധിക്കുന്നു. ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് പോകുന്നെങ്കിൽ അത് മെറ്റീരിയൽസ് കയ്യിലെടുക്കുന്നെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ആക്ടിവിറ്റി വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ ലിറ്റിൽ ബൈ ലിറ്റിൽ ഓരോ കാര്യങ്ങളുമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തുടങ്ങുവാണ്. അങ്ങനെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് നടക്കും. അതൊരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാകുമ്പോഴും ഇതേ സൈക്കിളിൽ തന്നെ നടക്കും. നമ്മളുടെ വീട്ടിലറിയാം, നമ്മൾ പത്രം വാങ്ങുന്നവരാണ്. നമ്മുടെ വീട്ടിൽ മുതിർന്ന ഒരാൾക്ക് രാവിലെ തന്നെ പത്രം കിട്ടണം. പത്രം എവിടെയാണോ ഇരിക്കുന്നത് പുതിയ അവിടെ പത്രം എടുത്തുകൊണ്ട് വന്നു ആളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് പത്രം വായിക്കുന്നു. പത്രം വായിച്ചിട്ട് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിൽ സ്വയം പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്ത് ന്യൂസ് ഷെയർ ചെയ്യുന്ന ആളാണ്. കിച്ചണിൽ വൈഫ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് വായിച്ച് ന്യൂസ് വൈഫിനോട് ഷെയർ ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ രീതിയിൽ അവിടെ തോട്ട് പ്രോസസ് നടക്കുന്നു, ആളുടെ മൂവ്മെന്റ് നടക്കുന്നു, ആളുടെ ആക്ടിവിറ്റിയും അവിടെ നടക്കുന്നു. അങ്ങനെ എന്താണോ ഇഷ്ടം അതെല്ലാം അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയൊരു മനുഷ്യനാവുമ്പോഴും ഈ ഒരു പ്രോസസ്സിന് വ്യത്യാസങ്ങളൊന്നും ഇതേപോലെ നടക്കും. പിന്നെ കൈകൾക്ക് കുട്ടികളാവുമ്പോൾ അവർ മെറ്റീരിയൽസ് ഷെൽഫിൽ പോയി എടുത്ത് അവരുടെ കൈ കൊണ്ട് ആ മെറ്റീരിയൽസ് ബിൽഡിംഗ് ബ്ലോക്സ് ചെയ്യുമ്പോൾ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, തോട്ട് പ്രോസസ് എല്ലാം നല്ല രീതിയിൽ നടക്കും. നമ്മൾ കുട്ടികൾക്ക് ഒരു ഏജ് ആകുമ്പോഴേക്കും നമ്മൾ അവർക്ക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ പസിൽസ് പോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുമല്ലേ. അപ്പൊ അവരുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നടക്കും, അവരുടെ തോട്ട് പ്രോസസ് നടക്കും. ആദ്യം കളികളായിരിക്കും, പിന്നെ അത് ആക്ടിവിറ്റി ആയിട്ട് മാറും. വർക്ക്. ഹാൻഡ് മനുഷ്യന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് തന്നെ പറയാം അല്ലെ, ഇന്റലിജൻസിലേക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ ഡാൻസ് പഠിക്കും, കരാട്ടെ ചെയ്യുന്നു, പിന്നെ പ്രെയർ, എന്തിനും നമുക്ക് ഹാൻഡ്, ബാക്കി ഏത് പാർട്ടിനേക്കാളും വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്മുടെ ഹാൻഡ് തന്നെയാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ പോലും നമ്മുടെ കൈയുടെ ഒരു വിരല് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കൈ എന്തായാലും വേണം. നമ്മളിതുപോലെ പ്രാർത്ഥിക്കും, കൈ യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും തന്നെ ഏതൊരു ബിലീഫിലുള്ളവരാണെങ്കിലും പ്രെയറിൽ നമ്മൾ ഒഴിച്ചുകൂടാതെ നമ്മുടെ ഒരു ഭാഗം കൈ. അപ്പൊ ഈ കൈയുടെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്, ഒരു ഇന്റലിജൻസിലേക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു തോട്ട് പ്രോസസ് നടക്കുന്നു. മെമ്മറി പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിലാക്കാനുള്ള പവർ ബിൽഡ് ചെയ്യുന്നതെല്ലാം ത്രൂ ദിസ് ഹാൻഡ് മൂവ്മെന്റ്സ്, അല്ലാതെയുള്ള ബാക്കി മൂവ്മെന്റ്സും കോർഡിനേഷനുമാണ്. നെക്സ്റ്റ് 2 പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാം. ചെറിയ പാരഗ്രാഫ് ആണ്. ഞാൻ വായിക്കാം മാം. The human hands allows the mind to reveal itself if enable the whole being to enter into a special relationship with the environment. His hands, under the guidance of his intellect, transform this environment and thus enables him to fulfill his mission in the world. The education of the movement is very complex, as it must coincide with all the coordinated movement which the child has to enact in his psychological organs. ഹാൻഡ്സ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ മൈൻഡിലെ കാര്യങ്ങൾ റിവീൽ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങള് ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറയുമ്പോൾ ഫസ്റ്റ് അതൊരു ചലഞ്ചായിട്ട് എടുത്ത് നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, ട്രൈ ചെയ്യായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അസ്വസ്ഥതയാ, കൈ എങ്ങനെയെങ്കിലും ഒന്ന് റിലീസ് ആയാൽ മതി എന്ന് തോന്നൽ വരും അല്ലെ. അതൊരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് നമ്മുടെ ഇന്റലക്ച്വൽ പ്രോസസ്സിലേക്കും ഡെവലപ്മെന്റിലേക്കും മൈൻഡിന്റെ പല ആക്ടിവിറ്റികളിലേക്കും തോട്ട് പ്രോസസ്സിലേക്കും. എൻവയോൺമെന്റുമായിട്ട് കൂടുതലും കണക്റ്റഡ് ആവുന്നു. എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്നു. പലപ്പോഴും നമ്മുടെ കുട്ടികളെ, ഞാൻ ബാംഗ്ലൂർ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടെ കുട്ടികളെ ഇവര് ചെരുപ്പൊക്കെ അഴിച്ചു വെപ്പിച്ചിട്ട് ഈ ചെളിയില്ലേ, ചെളി ഇങ്ങനെ കുറെ പോർഷനിൽ ഇവര് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മണ്ണും വെള്ളമൊക്കെ ആയിട്ട് ചെളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കുട്ടികൾ ആ ചെളിയിലേക്ക് നിർത്തും. പണ്ടത്തെ ആൾക്കാരെ പൂവൊക്കെ പാടപ്പൂടുന്ന സമയത്ത് ചവിട്ടി ഇങ്ങനെ ശരിയാക്കില്ലേ മണ്ണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മിക്സിങ് കാലുകൊണ്ട് ചെയ്യില്ലേ, ആ രീതിയിൽ ആ പഴയ കാര്യങ്ങളെല്ലാം കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കും. അപ്പൊ അവിടെ അവർക്കത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നും. അവർക്കത് ഭയങ്കര എന്താ പറയാ, അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ. അവരുടെ ബോഡി കംപ്ലീറ്റ് ആ ഒരു ആക്ടിവിറ്റി. ചിലപ്പോൾ അവര് ഈ വട്ടത്തിൽ നിർത്തിയായിരിക്കും ചെയ്യുന്നത്, എല്ലാവരും കൂടെ കൈ പിടിച്ച് നിന്ന് ആയിരിക്കും ഈ ചെളി മിക്സിങ് നടത്തുന്നത്. ഞാൻ വർക്ക് ചെയ്തിരുന്ന മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോഴും ഇതുപോലെ കുട്ടികളെ ഞങ്ങള് വെള്ളത്തിൽ കളിപ്പിക്കും, ചെടിയിൽ കളിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ചെടി നടാനായിട്ട് ചെടിയൊക്കെ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ട് മണ്ണിൽ അവരെ കൊണ്ട് തന്നെ കുഴി കുഴിച്ച് ചെടി നടിക്കും. കയ്യിലൊക്കെ അഴുക്ക് പറ്റും, പക്ഷെ അത് നല്ലപോലെ വാഷ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അതൊക്കെ അവർക്കറിയാം. പിന്നെ അവിടെയുള്ള ഇലകളൊക്കെ വെച്ചിട്ടായിരുന്നു അവരെ കൗണ്ടിങ് പഠിപ്പിച്ചിരുന്നത്. കൗണ്ടിങ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അതൊക്കെ അവിടെ വീഴുന്ന ഇലകള് എന്ന് വെച്ചാൽ ആ പ്ലേസും ക്ലീൻ ആകും. ഇവര് ഈ ആക്ടിവിറ്റിയിലൂടെ അവര് എന്താണ് അവരുടെ ലേണിംഗ് പ്രോസസ് അത് നടക്കും. അങ്ങനെ അതൊക്കെ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ക്ലാസ് ടൈമിങ് ഒരു രാവിലെ തുടങ്ങിയ ഒരു 3:30 ആ ടൈമൊക്കെ ആണെങ്കിൽ മോർണിംഗ് നിറയെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം വെയിലൊന്നും ഉണ്ടാവില്ല. ഒരു 1 hour ഒക്കെ കഴിയുമ്പോഴേക്കും ലഞ്ചിന് മുമ്പ് കുട്ടികളെല്ലാം പുറത്തേക്ക് ക്ലാസ് റൂം സെഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അത് എല്ലാരും ഇങ്ങനെ സ്കൂളിലൊക്കെ കാണുന്ന പോലെ വരിയായിട്ട് പി.ടിക്ക് കൊണ്ടുപോകും, അസംബ്ലിക്ക് കൊണ്ടുപോകും, ആ രീതിയിൽ. കുറച്ചുപേര് പുറത്തേക്ക് ഇറങ്ങും, ബാക്കിയുള്ളവർ ചിലപ്പോൾ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യായിരിക്കും. പക്ഷെ അവരത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഇവരുടെ കൂടെ അങ്ങ് ജോയിൻ ആവുകയും ചെയ്യും. അല്ലാണ്ട് നമ്മളെല്ലാരെയും വിളിച്ച് വരിയായി നിർത്തി അങ്ങനത്തെ പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യും. ലഞ്ച് ടൈം ആവുമ്പോൾ എല്ലാരും കൈയെല്ലാം കഴുകി, അത് നമ്മൾ പറയുമൊന്നും വേണ്ട, അവർ തന്നെ അങ്ങ് ചെയ്യും. അവര് തന്നെ അവരുടെ ലഞ്ച് ബോക്സ് എടുക്കും. അവിടെ ആയമാരൊക്കെ ഉണ്ട്, പക്ഷെ സാറ് സമ്മതിക്കില്ല അവരെ കൊണ്ട് ലഞ്ച് ബോക്സ് തുറക്കാനോ ഒന്നും സമ്മതിക്കില്ല, ടൗൽ എടുത്ത് വെക്കാനോ ഒന്നും സമ്മതിക്കില്ല. കുട്ടികള് മരത്തിന്റെ ചൂട്ടിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരുന്ന് താനെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെയായിരിക്കും. പിന്നെ ഏതെങ്കിലും കുട്ടിക്ക് തുറക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ എമർജൻസി ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമാണ് അത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു ആക്റ്റീവ് ലൈഫ്, അവർക്കൊരു ലൈഫ് ലെസൺ ലേണിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. പല ആക്ടിവിറ്റിയിലൂടെ അവരെ പല കാര്യങ്ങളും അവർ പഠിക്കുവാണ് തന്നെ. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പം ആ ഒരു സ്കൂളിലെ നേച്ചർ വെച്ചിട്ട് ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുമ്പോൾ അവരുടെ മൂവ്മെന്റ്സിൽ അവര് പെർഫെക്റ്റ് ആവുകയാണ്. മൂവ്മെന്റ്സിൽ അവർ പെർഫെക്റ്റ് ആകുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിൽ അത്
റിഫ്ലക്ട് ചെയ്യുക. നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ്, ആ കുട്ടികളുടെ മൂവ്മെന്റ്സിന് നല്ല ഗ്രേസ് ഉണ്ടെന്ന് തോന്നുന്നു. അതേസമയം ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ മൂവ്മെന്റ്സ് ഒട്ടും ഗ്രേസ് ഇല്ലാത്ത പോലെ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നത്. അവരെ നോർമലൈസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്ത് മേ ബി കുറെ ടൈം എടുത്തിട്ടുണ്ടെങ്കിലും അവര് നോർമലൈസ്ഡിലേക്ക് ആവുമ്പോഴേക്കും അവരുടെ മൂവ്മെന്റ്സും പെർഫെക്റ്റ് ആയി മാറും. അതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിന്റെ ആവശ്യം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അതായത് ജിംനേഷ്യം പോലുള്ള ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ പോയി പ്രാക്ടീസ് ചെയ്യുമോ? ഫിസിക്കൽ എക്സസൈസിന് വേണ്ടിയിട്ട് ഇത്ര ടൈം, ആഴ്ചയിൽ ഇത്ര 1 മണിക്കൂർ മാത്രം അതിന് ആ രീതിയിലല്ല. ദിവസവും അവർക്ക് മൂവ്മെന്റ് നടത്തണം, ആക്ടിവിറ്റീസ് നടത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട. മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണോ ആ രീതിയിൽ ആ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വലിയ പാരഗ്രാഫാണ്. ആ പറഞ്ഞിട്ട് പകുതി ഒരാൾ വായിച്ചാൽ മതി. ഡിപ്രഷൻ ആസ് വെൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. അവിടെ വരെ ആരെങ്കിലും വായിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരാൾ വായിച്ചു. ഞാൻ വായിക്കുന്നു. Importance of movement. Freedom of movement grants the child the convenience to observe and explore the prepared environment. Constantly the Montessori child activity uses the refines her senses of the absorbs. വീണ്ടും പോയി. കാണുന്നില്ലേ സ്ക്രീൻ? ഇല്ല മിസ്, കാണുന്നില്ല. കാണാം. അബ്സോർബ്സ് ഒരു വായിച്ചല്ലോ. Absorbs the world around. ഇല്ല മാം, പോയി. സൂം ചെയ്തോണ്ടായിരിക്കും. ബാക്കി വായിക്കാൻ നോക്കുമ്പോ അതോ ആണോ? While the child in the traditional classroom is generally confined to her desk, left almonds പോവാണോ? ഓൾമോസ്റ്റ് കാണുന്നില്ല. ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ടു ലിസൺ. Okay. Listen. The child in a Montessori classroom is an active rather than passive learner who makes good use of all his feel while openly moving about the prepared environment. Moreover, movement is connected to divine development. Physical activity nurtures the whole being, including the spirit. Montessori accepted. If muscles which should normally be functioning are dormant, there is not only a physical but a depression as well. This is സഭയുള്ള പാരഗ്രാഫ് അല്ലേ, ബാക്കി വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോ നമ്മളിവിടെ പറയണത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടിയെ ആക്റ്റീവായിട്ട് ത്രൂ ആക്ടിവിറ്റി, ത്രൂ തിങ്കിങ്, ആ രീതിയിൽ ലേണിംഗ് നടത്തണം. ഒരു ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കണം ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. പാസീവ് ലേണിംഗ് ആയിരിക്കും. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, അത് കേട്ട് പഠിക്കുന്നു. ടീച്ചർ അത് എഴുതാൻ പറയുന്നു, അത് കേട്ട് എഴുതുന്നു. ടീച്ചർ അത് ചെയ്യാൻ പറയുന്നു, അത് കേട്ട് എഴുതുന്നു. ആ ഒരു രീതിയിലല്ല, ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് ആയിരിക്കണം.
അതായത് കുട്ടികളെ ലേണിംഗ് ബൈ തിങ്കിങ്, ഡിസ്കസിങ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. അപ്പൊ അവര് തന്നെത്താനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയാലും അവരത് ട്രൈ ചെയ്യാനായിട്ട് അവർ മാക്സിമം അവരുടെ എഫേർട്ട് ഇടും. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കിട്ടും. പിന്നെ പലപ്പോഴും സൊല്യൂഷന് വേണ്ടിയിട്ട് 10 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ 10 കുട്ടികളും 10 മെത്തേഡ്സ് കണ്ടുപിടിക്കും സൊല്യൂഷന് വേണ്ടിയിട്ട്. അതേസമയം ഒരു ട്രഡീഷണൽ വേയിലാകുമ്പോൾ, അതായത് പാസീവ് ലേണിംഗ് ആണെങ്കിൽ ഈ രീതിയിൽ ഇത്രയുമുള്ള തോട്ട് പ്രോസസ് ഒന്നും നടക്കാൻ ചാൻസസ് വളരെ കുറവാണ്. അവരുടെ തന്നെ ഓൺ വേർഡ്സിൽ അവര് ഐഡിയാസ് എക്സ്പ്ലെയിൻ ചെയ്യും. റൈറ്റിംഗ് ആൻഡ് ഡിസ്കഷൻ, അതാണ് ഈ ആക്റ്റീവ് ലേണിംഗും പാസീവ് ലേണിംഗും തമ്മിൽ ഒരു ഡിഫറൻസ്. പാസീവ് ലേണിംഗ് അവിടെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ടീച്ചറായിരിക്കും കംപ്ലീറ്റ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായും, അത് നിങ്ങൾ എഴുതിയെടുക്കുക, അതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം ചെയ്യുക, ആ ഒരു രീതിയിൽ പോകുമായിരിക്കും. പക്ഷെ ഇവിടെ ഇവര് തന്നെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ആ പ്രോബ്ലം സോൾവിങ്ങിന്. അതിന് ഡയറക്ടർസ് സൈഡിൽ നിന്ന് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. കുട്ടി പോലും അറിയുന്നുണ്ടാവില്ല ആ സപ്പോർട്ട്. ആ രീതിയിൽ തന്നെ താനെ അവരതിന് സോർട്ട് ഔട്ട് ചെയ്യും പലപ്പോഴും. അതിപ്പോ നമ്മളിപ്പോ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലേ, കുഞ്ഞു കുട്ടികൾ ഈ സോഫയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് ആദ്യമായിട്ടൊക്കെ അവർ കയറാനായിട്ട് ശ്രമിക്കും. പണ്ട് ഏതോ വീഡിയോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറേ നാളുണ്ടായിരുന്നു. കട്ടിലിന്റെ മുകളിൽ കയറാൻ നോക്കണു, കയറാൻ പറ്റുന്നില്ല, പലതവണ ട്രൈ ചെയ്യും. അവസാനം കുട്ടി തന്നെ പില്ലോ വലിച്ച് താഴെയിട്ടിട്ട് അതിന്റെ മുകളിൽ ചവിട്ടിയിട്ട് കയറുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പം പ്രോബ്ലംസ് വരുമ്പോൾ അവരതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു കപ്പാസിറ്റി എല്ലാം ഈ ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടിക്ക് കിട്ടും. എല്ലാം തോട്ട് പ്രോസസ്സ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും. തിങ്കിങ് നല്ല രീതിയിൽ നടക്കും. പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ മൂവ്മെന്റ് നടക്കും. അത് ഡെവലപ്മെന്റിലേക്ക് പോകും. ഫിസിക്കൽ ആക്ടിവിറ്റി എന്താ തോട്ട് പ്രോസസ്സിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യിക്കും. നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി തോട്ട് പ്രോസസ്സും എല്ലാം കൂടെ നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോകും. മസിൽസ് നല്ല നോർമൽ ആയിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യും. അടുത്ത ബാക്കി പോർഷൻ അടുത്ത് വായിക്കാമോ? ഞാൻ വായിക്കാം. Yes. This is why action can have an influence also upon one's spiritual energies. Without activity, a child's energy supply is drained, causing learning to be a more difficult task than it would be if there was a freedom to move. Dr. Montessori emphasized, in fact, it is only by movement that the personality can express itself. Freedom of movement clearly relates to freedom in general. Montessori believed that a child who is in control of himself, prepared to make analytical choices and resist fleeting, illogical temptations is free. Therefore, freedom goes hand in hand with responsibility and self-discipline. Within the prepared environment, the child is allowed to develop his focus, become self-disciplined, and Okay, act with responsibility. Okay. He is By that ആണ് ഒരുമിച്ച് ആയിട്ട്. He is by that able to. He is by that able to become truly free. And ബാക്കി വായിക്കണോ? ഇല്ല, ആ പാരഗ്രാഫ് കൂടെ വായിച്ചോളൂ. In short, movement leads to muscle improvement, stimulates the mind and feelings, develops independence, concentration, confidence through agility, balance and coordination, and language leads to normalization and totally result in a healthy body and mind. Yes. Through movement, മസിലിന്റെ മൂവ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നത് മാത്രമല്ല, ബോഡി മൂവ്മെന്റ്, ഫിസിക്കൽ മൂവ്മെന്റ് കൊണ്ട് അത് മാത്രമല്ല നമ്മുടെ തോട്ട് പ്രോസസ്സും കറക്റ്റ് ആവും, നമ്മുടെ തിങ്കിങ് കറക്റ്റ് ആകും. പിന്നെ പറഞ്ഞല്ലോ സൊല്യൂഷൻസ്, കോംപ്ലക്സ് കാര്യങ്ങളാണെങ്കിൽ കൂടി സൊല്യൂഷൻ. ചില കുട്ടികളുണ്ടാവും ഭയങ്കര ടഫ് ആ ഭാഗം പഠിക്കാൻ, ഞാനത് പഠിക്കുന്നില്ല, ഞാനത്
ട്രൈ ചെയ്തില്ല, പ്രോബ്ലം ഞാൻ ചെയ്താൽ കിട്ടില്ല, അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം വന്നാലും അവരത് കറക്റ്റ് ചെയ്യാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യും, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, ഇത് ത്രൂ ഔട്ട് ദ ലൈഫും റിഫ്ലക്ട് ചെയ്യുവാണ്. ഓരോ പ്രായം ചെയ്യുമ്പോഴും തന്നെ കാര്യങ്ങൾ ചെയ്യാനും. അങ്ങനെ ഈ പ്രാവശ്യം SLCയുടെ റിസൾട്ട് വന്ന ഒരു മകനെ കുറിച്ച് അച്ഛൻ എഴുതിയ കാര്യം ഭയങ്കര വൈറലായി. കുട്ടിയോടുള്ള അച്ഛന്റെ ഇഷ്ടം പറയാം. അവനെല്ലാം A+ ഒന്നും കിട്ടിയില്ല, പക്ഷെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പറയാ, പ്രാവുകൾക്ക് വെള്ളം കൊടുക്കും, കുട്ടികൾക്ക് വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അല്ലാതെയുള്ള ജീവികൾക്ക്, അങ്ങനെ ഇങ്ങനെ കുറെ കുട്ടിയുടെ പോസിറ്റീവ് പറഞ്ഞിട്ടൊരു അച്ഛന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചെറുപ്പം തുടങ്ങി ആ കുട്ടി ആ ഒരു രീതിയിലാണ് അവന്റെ ലൈഫിലെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ അവിടെ അവന്റെ മൂവ്മെന്റ്സ് ഭയങ്കര, എപ്പോഴുള്ള കുട്ടികളെ പോലെ എവിടെയെങ്കിലും റൂമിൽ ചടഞ്ഞിരിക്കുക, ഫോൺ നോക്കുക, TV കാണുക, അങ്ങനത്തെ കാര്യങ്ങളോ ഗെയിംസോ ഇരുന്നുള്ള അങ്ങനത്തെ ഗെയിംസിൽ മാത്രം നോക്കുക, അതൊന്നും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ മൂവ്മെന്റ് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് പോകുമ്പോഴേക്കും ഈ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് കൂടുതലാവും. നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ നമ്മൾ പഠിച്ചു. മ്യൂച്വൽ റെസ്പെക്ട്, റെസ്പോൺസിബിലിറ്റി, ഒരു കമ്മിറ്റ്മെന്റ് വരും, അത് പരസ്പരം അവര് സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മളിവിടെ കറക്ഷൻ, ഈവൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോലും നമ്മൾ അവര് യൂസ് ചെയ്യുന്നത് തെറ്റായിട്ടാണെങ്കിൽ പോലും അവിടെ കറക്റ്റ് ചെയ്യില്ല. പക്ഷെ ഇത് അവർ ആ തെറ്റ് പറഞ്ഞ വാക്ക് വേറെ എവിടെയെങ്കിലും അവര് ശരിയായിട്ട് കേൾക്കും, അവർ പെട്ടെന്ന് തന്നെ അവരത് അബ്സോർവ് ചെയ്യും. നമ്മുടെ ക്ലാസ് റൂമിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ പ്രൊനൗൺസിയേഷന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന വേർഡ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സ്പെല്ല് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മളിവിടെ പരസ്പരം അവിടെ ആരെയും നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. എനിക്ക് പലരും ഇങ്ങനെ അസൈൻമെന്റ് ഇട്ടാൽ, നിങ്ങളുടെ ബാച്ചല്ല, ഈ പുതിയ ബാച്ചാണ്, അസൈൻമെന്റ് ഇങ്ങനെ എഴുതുന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കുമ്പോൾ അവിടെ കറക്ഷൻ അല്ല, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. റൂൾ നമ്മൾ വെറുതെ ഇരിക്കല്ലോ, പിന്നെയും നമ്മൾ പലതും വായിക്കുന്നു, നമ്മൾ ഓരോന്ന് കാണും. ഞാൻ അന്ന് എഴുതി വെച്ചത് ഇങ്ങനെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായാലും നമ്മൾ തന്നെ ചിന്തിക്കുന്നു, നമ്മൾ ആരും അവിടെ കറക്റ്റ് ചെയ്യുന്നില്ല. മേ ബി ചോദിക്കാം, കറക്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തെറ്റ് പഠിക്കില്ലേ? പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു വ്യത്യാസം അതാ, അവിടെ തന്നെ താനെ കറക്ഷൻസ് നടക്കുകയാണ്. അവിടെ ചെന്ന് ഇത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല, അത് താനേ അവർ ക്ലിയർ ചെയ്യും. പലപ്പോഴും കുട്ടികൾ ഈ നമ്മൾ പറയില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, അവിടെ ഇംഗ്ലീഷാണ് ശരിക്കും മോണ്ടിസോറി സ്കൂളിൽ. അപ്പൊ കുട്ടി ഗ്രാമർ ഒന്നും അറിയില്ല, ചുമ്മാ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈവൻ നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമുകളിലും നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സിന്റെ ക്ലാസ് റൂമിലും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് ശരിക്കും. നമുക്കത് പറ്റിയിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഒന്നും കറക്റ്റ് ആവില്ലായിരിക്കും പലപ്പോഴും. നമ്മൾ അങ്ങനെ തന്നെ സംസാരിക്കണം. കുറേ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ അവിടെ ആ ഒരു ടേം അല്ലായിരുന്നു യൂസ് ചെയ്യേണ്ടത്, അത് പാസ്റ്റിൽ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ലാംഗ്വേജ് ശരിയായി വരുന്നത്. കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ അവിടെ. തുടക്കത്തിൽ നമ്മൾ ഗ്രാമറോ വളരെ എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ അതിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുറെ കൂടെ നന്നാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ഞാൻ ഇന്ന് തീരുന്നാണ് വിചാരിച്ചത്, ചെറിയ ചാപ്റ്റർ ആയിരുന്നു, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. മാം ഇതിലെ കോൺഫിഡൻസ് കഴിഞ്ഞിട്ടോ അഗ്ലിറ്റി കോൺഫിഡൻസ് കഴിഞ്ഞിട്ടില്ല അതിലെ താഴെ ഷോർട്ട് ലാസ്റ്റത്തെ പാരഗ്രാഫ് അതെന്താ ത്രോ അഗ്ലിറ്റി ബാലൻസ് ഓഫ് കണ്ടീഷൻ അല്ലേ? ഇത് എടുത്തിട്ടില്ലല്ലോ മാഡം. കംപ്ലീറ്റ് മൂവ്മെന്റിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. ഈ ത്രൂ മൂവ്മെന്റ് കുട്ടിയിലെ കോൺസെൻട്രേഷൻ കൂടുന്നു, കോൺഫിഡൻസ് കൂടുന്നു, പിന്നെ ഈ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. കൊച്ചു കുട്ടികളെ ഡാൻസിന് കൊണ്ടുപോയി ചേർക്കാറില്ലേ? ചിലപ്പോൾ 3 വയസ്സ് 3.5 വയസ്സൊക്കെയുള്ള കുട്ടികളെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കാൻ ചേർക്കാറുണ്ട് ചില പാരന്റ്സ്. ഇവരുടെ കൈയുടെയും കാലിന്റെയും കണ്ണിന്റെയും എല്ലാം കോർഡിനേഷൻ ആണ് ഡാൻസ് ചെയ്യുമ്പോൾ. അത് ഏത് ഡാൻസ് ഫോം ആണെങ്കിലും കേട്ടോ, ക്ലാസിക്കൽ തന്നെ അവിടെ എന്ത് ഡാൻസ് ഫോം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും, തിരുവാതിരക്കളി ചെയ്താലും, ഒപ്പന ചെയ്താലും, മാർഗംകളി ചെയ്താലും, എല്ലാത്തിലും കൈയും കാലും കണ്ണും കോർഡിനേഷനാണ്. എജിലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രേസ്, നമ്മുടെ മൂവ്മെന്റിന്റെ ഒരു ഗ്രേസ് വരില്ലേ? ഇപ്പം ചില ഡാൻസ് ചെയ്യുമ്പോൾ ശോഭനയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ പറയില്ലേ നല്ലൊരു ഗ്രേസ് ആണ്. ആ എജിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഗ്രേസ്ഫുൾനെസ് ആണ്, ആ ഒരു ഭംഗി.
കാണാനുള്ള, പെട്ടെന്ന് തന്നെ ബോഡിയുടെ മൂവ്മെന്റ് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ആവുന്നതാണ് ആ ഒരു എജിലിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞെന്താ, കുട്ടിയുടെ മൂവ്മെന്റ് അനുസരിച്ച് കുട്ടിയിലെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആവുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, കോൺഫിഡൻസ് കൂടുന്നു, ബാലൻസ്, കോർഡിനേഷൻ. കുഞ്ഞു കുട്ടികൾ നടക്കുമ്പോൾ ആദ്യം കുറെ വീഴും, പക്ഷെ നമ്മൾ ആരും പിടിക്കാൻ പറയില്ലേ ചില ആൾക്കാര്, പിടിക്കേണ്ട തന്നെ എണീക്കട്ടെ. പക്ഷെ അത് അവരുടെ കോൺഫിഡൻസ് കൂടാനും അവരുടെ കോൺസെൻട്രേഷൻ, അവർക്കറിയാം ഞാൻ തന്നെ ചെയ്യണം, വേറൊരാൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടി ശ്രദ്ധിക്കില്ല, ഞാൻ വീണാലും എന്നെ പിടിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലുണ്ടാവും. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുമോ, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നോർമൽ. പിന്നെ ഞാനൊന്ന് വൈകിട്ടാണ് കേറിയത്. അപ്പൊ ഏത് യൂണിറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ഞാനിത് പാർട്ട് 3-യിലെ യൂണിറ്റ് 8 ആണ്. യൂണിറ്റ് 8 എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ട് 3-യിലെ മോണ്ടിസോറിയുടെ സ്റ്റാർട്ടിങ് എടുത്തത് ശരണ്യ മിസ് ആയിരുന്നു. അപ്പൊ 6th ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, കഴിഞ്ഞ ആഴ്ച എടുത്ത് തീർത്തത്. അപ്പൊ 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. അപ്പം മിസ് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതിരുന്നത്. ഓക്കെ, 8th യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒന്നുമില്ല. നമ്മളിപ്പോ മൂവ്മെന്റ് പറഞ്ഞത് എന്തായാലും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ കുട്ടി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ജിംനേഷ്യം പോലെ സെറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് അല്ല, ജസ്റ്റ് ഒരു അതെന്താ പറയാ എൻവയോൺമെന്റ് അല്ല, കുട്ടിക്ക് എല്ലാ ഫ്രീഡം കൊടുക്കും, ഫ്രീഡം കൊടുക്കുന്ന കാര്യങ്ങളാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് വരുന്നത്. മൂവ്മെന്റ്സ് വെച്ചിട്ട് കുട്ടിയുടെ തോട്ട് പ്രോസസ് അത് റെക്കോർഡഡ് ക്ലാസ് കേൾക്കുമ്പോൾ ഹസീനയ്ക്ക് മനസ്സിലാവുമായിരിക്കും എന്തുകൊണ്ടാണ് മൂവ്മെന്റ് ഇമ്പോർട്ടൻസ്. മോണ്ടിസോറി പറഞ്ഞൊരു കാര്യമാണ്, കുട്ടിയുടെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു കാര്യം കൂടി ഞാൻ നസീമയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. നമുക്ക് ട്രഡീഷണൽ ക്ലാസ്സസ് ഇന്നിപ്പോ പ്രവേശനോത്സവമായിട്ട് സ്കൂളൊക്കെ തുറന്ന ദിവസമായിരുന്നു. ട്രഡീഷണൽ ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണ് നസീമ ഇരിക്കുക? ട്രഡീഷണൽ ക്ലാസ്സിലെ സാധാരണ സ്കൂളിലെ കുട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത്? എവിടെയായിരിക്കും കുട്ടി ഇരിക്കുന്നത്? കുട്ടി അമ്മയുടെ മടിയിലായിരിക്കും. ക്ലാസ്സിലോ? ക്ലാസ്സിലല്ല, അല്ല ഫസ്റ്റ് ഡേ വരുന്ന സമയത്ത് പിന്നെ ഞാൻ കുഞ്ഞു ക്ലാസ്സിലെ പിള്ളേരെ ഉദ്ദേശിച്ചില്ല, അമ്മയെ ക്ലാസ്സിൽ കേൾക്കുമോ? എനിക്കൊരു സംശയമുണ്ട് ഇവിടെ. അല്ല, ഇപ്പൊ പ്രീ KG-യിലേക്ക് ചേർത്തുന്ന സമയത്ത് ആ ഒരു മീറ്റിംഗ് സമയത്ത് എഴുത്തും, അത് കഴിഞ്ഞ പിന്നെ കുട്ടി ബെഞ്ചിലായിരിക്കും ഇരിക്കുക. ശരി, മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടി എങ്ങനെയാ? അങ്ങനെയായിരിക്കും, ടീച്ചറിന്റെ മടിയിലായിരിക്കും. ഇത്രയും നമ്മുടെ മോണ്ടിസോറി ക്ലാസ് കഴിഞ്ഞിട്ട് ടീച്ചറിന്റെ മടിയിലാണെന്നാണ് പറയുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമില് നമ്മള് കുട്ടിയെ എവിടെയും പിടിച്ചിരുത്താറുണ്ടോ? ഇല്ല, കുട്ടിക്ക് ഫ്രീ ആയിട്ട് നടക്കുമല്ലേ? നടക്കും. അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. മൂവ്മെന്റ് കൊണ്ട് കുട്ടിയിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നു. മറ്റേത് നമ്മള് 40 മിനിറ്റ് ടീച്ചറുടെ ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കും, നാളെയൊക്കെ തുടങ്ങി നോക്കിക്കോ. 40 മിനിറ്റ് ക്ലാസ്, കുട്ടി ആ സീറ്റിൽ നിന്ന് ആ 40 മിനിറ്റില് എണീക്കുന്നില്ല. ടീച്ചർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഒരു വാമപ്പ് എക്സസൈസ് ചെയ്യുമ്പോ ഇരിക്കുന്ന എവിടെയാണോ അവിടെ തന്നെ നിന്നിട്ടല്ലേ ചെയ്യുന്നത്. മറ്റേ ക്ലാസ് റൂമിലോ മോണ്ടിസോറി എൻവയോൺമെന്റിലാണെങ്കിൽ കുട്ടി ഇങ്ങനെ നടക്കുമായിരിക്കും, അതിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിരിക്കും, കിടക്കും, നിൽക്കും, അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിന്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. മൂവ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റില്. നമ്മളത് പറഞ്ഞിരുന്നു. ഒരു പ്രസംഗം നടത്തുന്ന ഒരാള് വടി വിഴുങ്ങിയ പോലെ അയാളെ നിന്ന് പ്രസംഗിക്കുക, നമുക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവോ? കാണാനും ഇഷ്ടമുണ്ടാവും. അയാള് വന്ന് നമ്മളോട് ഇന്ററാക്ട് ചെയ്ത്, ഇപ്പം ഞാനിപ്പോ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക, എന്റെ കൈ ഞാൻ അറിയാണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, എന്റെ കാലിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോ എന്റെ ചുണ്ടുകള്, എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ടാവും. ഞാൻ അറിയാണ്ട് സംഭവിക്കുന്നതായിരിക്കാം പലപ്പോഴും, പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര പരിചയമായി വന്നു. ഞാനിപ്പോ ഒരു ദിവസം ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, ഞാൻ ക്ലാസ്സിലൊക്കെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്ന പോലെ വായിച്ചു വിടുക, എന്റെ കൈ മൂവ് ചെയ്യുന്നില്ല, എന്റെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ക്ലാസ്സിലിരിക്കാൻ. അപ്പൊ മൂവ്മെന്റ് നമ്മളുടെ എല്ലാവരുടെയും ഡെവലപ്മെന്റിനും വളർച്ചയ്ക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങൾക്കൊക്കെ ഒരു ബുക്ക് മിസ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു ഞങ്ങളുടെ മോണ്ടിസോറി ക്ലാസ്സിൽ. നമ്മളിവിടെ ഒരു യൂണിറ്റിന്റെ പകുതിയാവണുള്ളൂ. സ്പീഡ് ആക്കാല്ലേ. ഇപ്പൊ ഏതാണ്ട് മോണ്ടിസോറി മനസ്സിലായല്ലോ? ഓക്കെ മാം, മനസ്സിലായി. താങ്ക് യു. ഓക്കെ, ബൈ. Thank you, ma'am. Good night, ma'am. Good night. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am. Good night.
Sophia.